സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തിനു വേണ്ടി പിറവ് കൊണ്ടതാ? 921 കുറെ ആളുകൾ നിസ്കരിക്കാതെ വന്നു. അപ്പോൾ ജനങ്ങളെ നിസ്കരിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, അതിന് മഹാനായ കെ.വി. ഉസ്താദ് വാഴ്ന്നു പറയുന്നുണ്ട്, അതിന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വാഴ്ന്നു പറയുന്നുണ്ട്, അതിന് മഹാനായ ശംസുൽ ഉലമ വാഴ്ന്നു പറയുന്നുണ്ട്, അതിന് മഹാനായ കോയക്കുട്ടി ഉസ്താദ് 40 ദിവസം ഉറങ്ങാതെ തുടർച്ചയായി വാഴ്ന്നു പറഞ്ഞിട്ടുണ്ട്. അതിന് കയ്യും കാലുമില്ലാത്ത KKM കോയ മുസ്ലിയാർ എന്ന അബൂ ഷാക്കിറ സമർത്ഥമായി വാഴ്ന്നു പറയാറുണ്ട്. അതിന് CH ഐദ്രൂസ് മുസ്ലിയാർ നടന്നു പോയിട്ട് വാഴ്ന്നു പറയാറുണ്ട്. പിന്നെ സമസ്ത ഉണ്ടായത് എന്തിനാണെന്നറിയോ? നിസ്കരിക്കുന്നവരിൽ നിന്ന് ഹിദായത്തങ്ങ് ചോർന്നു പോവുകയാ. അതിന് ഉൽപ്പതിഷ്ഠികളുടെ രംഗപ്രവേശനം കാരണമായി. അപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞ കേരളം കണ്ട മഹാനായ വലിയായ സയ്യിദായ ആലിമ ചിന്തിച്ചു, ഇത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കേണ്ട സമയമല്ല. താനൂരിൽ ദർസ് നടത്തുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ 100 കുട്ടികള്, അത് എന്റെ മുമ്പിലിരിക്കുന്ന 100 കുട്ടികളല്ലാതെ കോഴിക്കോടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അജഗജാന്തരമുണ്ട്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മുമ്പിലിരിക്കുന്ന കുട്ടികള് ദർസ് നടത്താൻ കൽപ്പുറ്റ വലിയ പണ്ഡിതന്മാരാ. പക്ഷെ പാങ്ങിൽ ഉസ്താദിൽ നിന്ന് ഓതാൻ വേണ്ടി വന്നതാ. അങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിദഗ്ധത്തിന്റെ കൊടുങ്കാറ്റ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടിച്ചു വീശുന്നതിന്റെ ഒരു അലയൊളി ചില ആളുകളെങ്കിലും പിടികൂടിയോ എന്ന സംശയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് സടകുടഞ്ഞു നിൽക്കുകയാ. ഇത് മുമ്പിലുള്ള കുട്ടികൾക്ക് ദർസ് നടത്തേണ്ട മാത്രം സമയമല്ല, പാതിരാവിൽ ഓടി നടന്നുകൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിക്കേണ്ട സമയമാ എന്ന് ചിന്തിച്ചുകൊണ്ട് വരക്കൽ പാപ്പാന്റെ പിന്നിൽ അണിനിരക്കുകയാ. അന്ന് തന്നെ സമസ്തയിൽ മെമ്പറല്ലേ മഹാനായ വലിയുള്ളായി കണ്ണിയത്ത് ഉസ്താദ്. ഇങ്ങനെയുള്ള ആളുകളെ ചൂണ്ടിക്കാണിക്കാണ്ടോ പ്രിയപ്പെട്ടവരെ? സമസ്തക്ക് നമ്മളൊക്കെ ഇതിന്റെ ബാക്കിൽ ഇതൊരു ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇതിനു വേണ്ടി ഉറപ്പുവെക്കാൻ കിട്ടില്ല. സമസ്ത കേവലം ഒരു ഗ്രൂപ്പ് ആണെന്ന് എനിക്ക് എന്നാ ബോധ്യപ്പെടുന്നത്? അന്ന് ഒരു സെക്കൻഡ് ഇതിനു വേണ്ടി ഉറപ്പുവെക്കാൻ കിട്ടില്ല. കാരണം ഈ വോയിസ് എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നും, ഈ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഉറപ്പുവെക്കലും വോയിസും ഇതൊക്കെ വലിയ അധ്വാനമുള്ള കാര്യമാണ്. നമ്മൾ ഇതിനൊക്കെ ബാക്കിൽ പോകുന്നുണ്ടാരോ? ഇത് ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം ഉണ്ടാക്കിയ മഹാന്മാർ ഇത് രണ്ടും ചിന്തിച്ചിട്ടാണ്. അതിന്റെ പവറാണ് എപ്പോഴും ഇതിനുള്ളത്. വേറൊന്നുമല്ല. ലക്ഷ്യം എന്താ? ലക്ഷ്യം ഹിദായത്തിന്റെ നിലനിൽപ്പ്, സിറാത്ത് മുസ്തഖീം എന്ന സംവിധാനത്തെ നിലനിർത്തുക എന്നത് മാത്രമാണ്. ആ ലക്ഷ്യത്തിന് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചവരോ കേരളം കണ്ട ഔലിയാക്കളിൽ കടേറ്റ മഹാന്മാർ. കണ്ണിയത്ത് ഉസ്താദ് ആരാ? ഞങ്ങളോട് പറയണോ? നമ്മളിവിടെ എന്നാ കണ്ണിയത്ത് ഉസ്താദിന്റെ ചൂരും മണം നമ്മളെ മുക്കിലേക്ക് ഉണ്ടാവില്ല. അത്ര അടുത്തല്ലേ, ഒരു വിളിപ്പാടകലല്ലേ നമ്മളുള്ളത്. ആരാ കണ്ണിയത്ത്? അവിടുത്തെ സൂക്ഷ്മത സകല സംഘാടകരും സർവാത്മനാംഗീകരിക്കുന്നതല്ലേ. എന്നോട് ജിഫിരി തങ്ങൾ എന്നെ നേരിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു പോവാം. ഒരിക്കൽ വലിയൊരു മലയാളി കണ്ണിയത്ത് ഉസ്താദിനെ ഒരു പര ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു, ഒരു വീട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു. കണ്ണിയത്ത് വലിയൊരു വീടാണ്, വലിയ മലയാളി ഒന്നും അറിയില്ല. അത്രയും നിർബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ടവരെ ഇയാളെ കൂടെ പോയി. സുബീക്ക് തൊട്ടുമ്പായിട്ട് വീടിന്റെ അടുത്ത് ഇങ്ങനെ വണ്ടി പോയിന്ന്. കണ്ണിയത്ത് ഉസ്താദ് വണ്ടിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് വീട് ഇങ്ങനെ നോക്കിയപ്പോ ഒരു രസം കിട്ടുന്നില്ല. എത്ര വലിയ വീടാന്ന് അറിയില്ല, അതുകൊണ്ടാ വന്നത്. വലിയ കൊട്ടാരാണെങ്കിൽ മുക്കറിനെ പറഞ്ഞേക്കുള്ളൂ, പോകൂല. നമ്മള് നേരെ എതിരാണ്. ചെറിയ വീടാണെങ്കിൽ മുക്കറിനെ പറഞ്ഞേക്കും, വലിയ വീടാണെങ്കിൽ നമ്മളങ്ങ് പോവും ചെയ്യും. ഇത്ര വലിയ വീടാണെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് ഇറങ്ങൂല. അങ്ങനെ നോക്കിയപ്പോ ഒരു രസം കിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദിനോട് ഇയാളോട് ചോദിച്ചു, എനിക്കെന്താ പണിയെന്ന്? വീട് ഉദ്ഘാടനം ചെയ്യാൻ വാതിൽ തുറക്കാനുള്ള ചാവി കൈ കൊടുത്തുകളെ, അത് കയ്യിൽ പിടിച്ചിട്ടാ ചോദിക്കുന്നത് എന്താ പണിയെന്ന് വെച്ചു. ഗൾഫിലാന്ന്. എത്ര കൊല്ലായി? എന്താ ശമ്പളം? അതിൽ എത്ര പൊരയൊക്കെ മാസാന്ത ആക്കുന്നു? ഈ വീടിന് എത്ര ഇതിന്റെ ബഡ്ജറ്റ്? ഇത്രയെന്നാ. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ ഒന്ന് കണ്ണടച്ചിട്ട് മനക്കണക്ക് കൂട്ടുകയാണ്. ആൾക്ക് കിട്ടിയ ശമ്പളവും ഇതിനു വേണ്ടി ചെലവാക്കി നമ്മൾ നോക്കുന്നുണ്ട്. അയാൾ കിട്ടിയ ശമ്പളം അനുസരിച്ചുകൊണ്ട് ഈ 10-20 ലക്ഷം റുപ്യന്റെ വീട് അന്ന് 20 ലക്ഷം ആൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ബാക്കി പൈസ എവിടുന്ന കിട്ടിയെന്നാ ചിന്തിക്കണം. അപ്പൊ ചോദിച്ചു, എനിക്ക് വേറെ വരുമാനം ഉണ്ടോ? വേറെ വരുമാനം ഒന്നുമില്ല. പിന്നെ എങ്ങനെ എനിക്ക് ഈ പൈസ കിട്ടിയത്? അറബിന്റെ കെട്ടിക്കണോ? ഇയാൾ അറിഞ്ഞില്ല. എന്നാ പിന്നെ കണക്കൂട്ടിക്കൊണ്ടാ നിന്റെ ശമ്പളവും നീ വീട്ടിലേക്ക് ചെലവിന് വേണ്ടി അയച്ചതും പിന്നെ നീ കയ്യിൽ വെച്ച മിച്ചവും നീ അവിടെ പണിയെടുത്ത കൊല്ലവും ഈ വീടിന് വേണ്ടി വന്ന ചെലവും ഒക്കെ കൂടി കണക്കൂട്ടുമ്പോ ഒക്കണില്ല. ബാക്കി പൈസ നീ എവിടുന്നാണ് സംഭരിച്ചതിന്റെ കണക്ക് പറയുന്നത്? ഇയാൾക്ക് പെട്ടെന്ന് ആ സമയത്ത് കണക്ക് പറയാൻ കിട്ടും. ഇയാൾ കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിലുണ്ടല്ലോ. കണ്ണിയത്ത് ഉസ്താദിനെ കണ്ട ഇന്നാളെ ആരോ പ്രസംഗിക്കുന്ന ബീസദ്ദാരി എന്നൊരു ഖത്തീബ് ഖുത്ബോദിയെ കേട്ടി.
ബിസദ്ദാരി എന്ന് പറഞ്ഞു, ബിസദ്ദാറു എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ചില ഖത്തീമാർക്ക് തിരുത്തി കൊടുക്കലുണ്ട്. റൂം കയറിയിട്ട് എന്റെ പതിന്ന് വെച്ചാൽ ഞാൻ ബേജാർ നോക്കില് ജെറായി പോയതാണ്. ആ കണ്ണിയത്ത് ഉസ്താദ് വെച്ചാലോ, എടാ ഈ ബേജാറ് ജെറിന്റെ ആമിലാന്ന് ആരെ പറയാന്ന് വെച്ചാൽ കണ്ണിയത്ത് ഉസ്താദ് ആർക്കും ബേജാറാവില്ല. യാക്ക് ഈ കണക്ക് കണ്ട് കിട്ടണില്ല, ബേജാറായിട്ട്. അപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ കണ്ണിയത്താറിന് പിന്നെ ഈ കണക്ക് കണ്ണിയത്താമീന്റെ കൈ തരാതെ ഈ പുര ഉദ്ഘാടനം ചെയ്യുന്ന കിട്ടൂല, ചാവി പിടിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിയാണ്ട് പോയി. അപ്പൊ ഇയാൾക്കൊരു ചേപ്പറല്ലേ, വീട് ഉദ്ഘാടനം ചെയ്യാൻ കണ്ണിയത്ത വന്ന് വീട്ടിക്ക് കയറിയതില്ല, വാതില് തുറന്നില്ല, പിണങ്ങിയിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മോശമല്ലേ. ആ ബാക്കിൽ ഓടിയിട്ട് ഇയാൾ പറഞ്ഞു കാറ് കയറിക്കോളി, ഞാനാണ് കൊണ്ടാക്കി തരാറ്. അപ്പൊ കണ്ണിയത്ത വെച്ചാൽ എന്റെ കാറിന് പെട്രോൾ അടിക്കാനുള്ള പൈസ ഇവിടെ നിന്ന് കിട്ടിയെന്ന്. കാരണം പൊക്കെ ഇഷ്കാലായി, സംശയമായി, ഓരോന്നിനും തെളിവ് വരണം. ഇങ്ങനെയുള്ള മഹാനല്ലേ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാദിൽ കണ്ണിയത്ത് ഉസ്താദ്. അവര് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾപ്പാപ്പ പ്രസിഡന്റ് ആണ് കാലത്ത് സമസ്തയിൽ മുശാവറ. അവിടുന്ന് ഇങ്ങനെ ചരട് പിടിച്ചിട്ട് അസ്ലിമെന്ന് ഇങ്ങനെ പേര് പോയി. അതല്ലേ ജിബ്രീൽ തങ്ങൾ പറഞ്ഞ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ പേര് അവിടുന്ന് ഇങ്ങനെ. കാരണം ഇത് വെറും കുട്ടികളിയല്ല, ഇത് കുട്ടികളിയല്ല, ഇത് സിറാത്ത് മുസ്തഖീമിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇതിൽ ആർക്കും ഹസദ് ഉണ്ടാവില്ല, അദാവത്ത് ഉണ്ടാവില്ല, എല്ലാരോടും സ്നേഹം ഉണ്ടാവുള്ളൂ, വിശാല മനസ്കത ഉണ്ടാവുള്ളൂ. എല്ലാരും രക്ഷപ്പെടണം എന്നാ ചിന്തിക്കണം. എല്ലാരും രക്ഷപ്പെടണം, എല്ലാരും ഹിദായത്തിലേക്ക് വരണം, എല്ലാരും സ്വർഗത്ത് കടക്കണം. അത് തറാവി 8 നിസ്കരിക്കുന്ന ആൾക്കാരായ വേണ്ടി ആരും അവർക്ക് അല്ലാഹു തആല നല്ല ബോധം കൊടുക്കട്ടെ. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ ശിർക്കും കുഫ്റും ആരോപിച്ചുകൊണ്ട് കഷ്ണമാക്കുന്ന ഏറ്റവും വലിയ ഛിദ്രതയിൽ നിന്ന്, വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്ന്, ഏറ്റവും വലിയ ഹലാക്കിന്റെ കൊടികളിൽ നിന്ന് അവരെ അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഒന്നാമയും പറയും, അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഈ ഉമ്മത്തിൽ ഉലമാനെ അല്ലാഹു തആല ഒറ്റക്കെട്ടാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.